തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അമ്മേ എടാ എന്തുവാടാ എന്താ എന്താടാ അളിയൻ വന്നമ്മേ വന്നോ? അയ്യോ ഇതെന്താ റോക്കറ്റാ ഇത്രയും വേഗം എത്താനായിട്ട്? അയ്യോ ഞാൻ എന്താ ചെയ്യാതെ ഒരു പിടി കിട്ടുന്നില്ലല്ലോ. എടാ നീ അകത്തേക്ക് പോയിട്ട് വിജി ഇങ്ങോട്ട് പുറത്തിറങ്ങാതെ എന്തേലും ഒന്ന് ചെയ്യ. ഞാൻ ആ വിക്രമിനെ എന്തേലും പറഞ്ഞ് കോറിഡോറിൽ തന്നെ നിർത്താം. അയ്യോ ഇതിന്റെ ഇടയിൽ പ്രിയ വന്നിട്ടില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? എടാ നീ ഇങ്ങനെ മാറമൈകി നിക്കാതെ ഉള്ളിൽ ചെല്ല് ചെല്ല്. അയ്യോ എന്റെ ഈശ്വരന്മാരെ, അവരെ രണ്ടുപേരെയും ഒന്ന് ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോ നീ എനിക്കിട്ട് പാര വെക്കുവാണല്ലോ. അമ്മയാണെങ്കിൽ ചേച്ചിനെ അകത്ത് തന്നെ നിർത്താൻ പറയുന്നു. അളിയനാണെങ്കിൽ ഇവിടെ എത്തുകയും ചെയ്തു. എങ്ങനെയായാലും മോളെ കാണാൻ വേണ്ടി ഈ വാർഡിനകത്തേക്ക് വരികയും ചെയ്യും. അപ്പൊ പിന്നെ ചേച്ചിയെ കാണില്ലേ? അപ്പൊ അമ്മയുടെ ഐഡിയ ഇവിടെ വർക്കൗട്ട് ആവില്ല. അപ്പൊ ചേച്ചി ഇവിടെ നിന്ന് ഓടിക്കാൻ വേറൊരു നമ്പർ ഇറക്കിയേ മതിയാവും. യെസ് യെസ്, സൂപ്പർ ഐഡിയ. ഇത് ഞാൻ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ചേച്ചി അളിയനും തമ്മിൽ കാണുകയില്ല. എടാ ശിവ, എന്തൊക്കെയാ നീ പറഞ്ഞോണ്ടിരിക്കുന്നത്? ചേച്ചി ചേച്ചി ഒരു കാര്യം അറിഞ്ഞോ? എന്ത് കാര്യമാടാ? വെറുതെ എങ്ങനെ അറിയോന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? നമ്മുടെ കവനില്ലേ ചേച്ചി, അവന് ചിക്കൻ ബോക്സ് വന്നു. എടാ എന്താ നീ പറയുന്നേ? കവിന് ചിക്കൻ ബോക്സോ? അതെ ചേച്ചി, ഞാൻ പറയുന്നത് സത്യ. അയ്യോ നിനക്ക് എങ്ങനെ അറിയോ? നിലമോൾക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് കവിന്റെ അച്ഛൻ നമ്മുടെ അമ്മയ്ക്ക് ഫോൺ ചെയ്തായിരുന്നു. അയ്യോ അപ്പോഴാണ് അമ്മയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. അതിപ്പോ അമ്മ എന്നോട് പറഞ്ഞു. കവിന് പെട്ടെന്ന് എന്താ ഇങ്ങനെ പറ്റിയത്? അവന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അത് വേറൊന്നുമല്ല ചേച്ചി, സമ്മർ ടൈമല്ലേ, ചൂട് കൂടുതലാ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത്. ചേച്ചി പേടിക്കണ്ട. എന്തൊക്കെ ആയാലും ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ടാ എനിക്ക് പേടിയാവുന്നത്. ചേച്ചിക്ക് കവിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊന്ന് പോയി കണ്ടിട്ട് വാ. നിലമോളെ ഞാൻ നോക്കിക്കോളാം. വിക്രം ഇങ്ങോട്ടെത്തി. എന്തേലൊക്കെ കാര്യം പറഞ്ഞ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിച്ചിട്ട് അതിലെങ്ങോട്ട് പറഞ്ഞു വിടണം. വിജി എങ്ങനെ കണ്ട പിന്നെ. അല്ല അമ്മേ, എവിടെയാ നിലയെ എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? എനിക്കിപ്പോ കാണണം. മോനെ ഇപ്പൊ നമുക്ക് നിലയെ കാണാൻ പറ്റൂല. പറ്റില്ല മോനെ. എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും പിടിക്കും. അരമണിക്കൂറോ? എന്താ ഇത്ര താമസം? ഡോക്ടർ ഇപ്പൊ വീണ്ടും ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി അകത്ത് കയറിയിരിക്കാം. പുറത്തിറങ്ങാൻ ഒരു അരമണിക്കൂറെങ്കിലും പിടിക്കും. ആരെ അകത്ത് കയറ്റണ്ടെന്ന് പറഞ്ഞിട്ടാ പോയത്. അരമണിക്കൂറൊക്കെ ടെസ്റ്റ് ചെയ്യാൻ എന്താ ഉള്ളത്? ഇതൊരു സാധാരണ പനിയല്ലേ? അതൊക്കെ തന്നെയാ. പക്ഷെ എന്താ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കും അറിയില്ല. അതുകൊണ്ടാ ഞങ്ങളും ഇങ്ങനെ പുറത്തു നിൽക്കുന്നത്. മോൻ ഇങ്ങോട്ട് വാ മോനെ, നടക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഞാൻ ചെന്ന് കവിനെ കാണുന്നത് നല്ലതെന്ന് തോന്നുന്നു. ഇന്ന് നിലമോള ജീവനോടെ ഉണ്ടെങ്കിൽ അതിന് കാരണം പോലും കവിന. എന്റെ ജീവനെ തിരിച്ചു തന്ന ദൈവം അവൻ. അവൻ എന്തെങ്കിലും വന്നാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. കവിൻ നിലമോളെ രക്ഷിച്ചത് കൊണ്ടുള്ള സ്വാർത്ഥതയിൽ പറയുന്നതല്ല ഞാൻ. എന്താന്നറിയില്ല, ആ കുഞ്ഞു മോനെ കാണുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ എന്തോ ഒരു ഫീലിങ്സ്. അവനെ എന്തോ ഒരുപാട് വർഷങ്ങളായിട്ട് അടുപ്പമുള്ളത് പോലെ തോന്നുന്നു. ഇപ്പൊ പോലും കണ്ടോ, അവന് ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞ ഉടനെ എനിക്ക് ആകെ പരിഭ്രമാവുക. ഇങ്ങോട്ട് വാ മോനെ. നിലയുടെ അമ്മ എവിടെ? അയ്യോ ഇതിലിപ്പോ ഞാൻ എന്ത് മറുപടി പറയും? അകത്തുണ്ടെന്ന് പറയണോ പുറത്താണെന്ന് പറയണോ? എന്തായാലും അകത്തുണ്ടെന്ന് തന്നെ പറയാം. അവിടെ മെഡിസിൻ വാങ്ങാൻ പോയേക്കാ. മെഡിസിൻ വാങ്ങാൻ വേണ്ടിയോ? ഇവിടെ ഫാർമസിയിലോട്ടെ നേരെ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാ അവിടെ ഫാർമസിയാ.
വിളിച്ചു. ആ, നീ അമ്മയെ നിലമോളെ നോക്കിക്കോ. ഞാൻ പോയി കവിനെ കണ്ടിട്ട് വരാം. ആ, ശരി ചേച്ചി. എന്നാ ശരി. അമ്മേ, ആ, കവിൻ പാവാ. അവൻ എപ്പോഴും ഭയങ്കര ആക്റ്റീവാ. അവന് ചിക്കൻ പോക്സ് പിടിച്ചോ? അപ്പൊ പിന്നെ അവന് ഇനി സ്കൂളിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അതെ മോളെ, വീട്ടിൽ തന്നെ ഇരുത്തി അവനെ ഒരുപാട് ശുശ്രൂഷിക്കണം. വേപ്പിലയിൽ അവനെ കിടത്തേണ്ടത്. പിന്നെ മഞ്ഞളിട്ട വെള്ളത്തിലെ അവനെ കുളിപ്പിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതങ്ങനെ പേടിക്കാനുള്ള കാര്യമൊന്നും അല്ല. എന്നാലും അവനൊരു കൊച്ചു കുഞ്ഞല്ലേ, അതുകൊണ്ട് ഒത്തിരി കെയർഫുൾ ആയിട്ട് നോക്കണം. വേറെ ഒന്നുമില്ല. ശരി അമ്മേ, അമ്മ പോയി കവിനെ കണ്ടിട്ട് വാ. ഞാൻ അവനെ തിരക്കിന്ന് പറയണേ. എന്തായാലും ഞാൻ കവിന്റെ അടുത്ത് പറയാം. ഞാൻ പോയി കണ്ടിട്ട് വരാം കേട്ടോ. ഓക്കെ, ശരി അമ്മേ. റെസ്റ്റ് എടുക്കണേ. ശിവ, മോളുടെ കൂടെ തന്നെ ഉണ്ടാവണേ കേട്ടല്ലോ. ശരി ചേച്ചി. അമ്മ വരാം മോളെ. ചേച്ചി ധൈര്യമായിട്ട് വെക്കോ. ദൈവമേ.